വാട്സാപ്പ് എല്ലാവർക്കും എൻ്റെ ഗെയിമിംഗ് ടട്ടറി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട് വന്നിരിക്കുന്നത്. വെറും മൈൻക്രാഫ്റ്റ് അല്ല, വെറും മൈൻക്രാഫ്റ്റ് എല്ലാം വെറും മൈൻക്രാഫ്റ്റ് തന്നെ എല്ലാവരും ചെയ്യണ പോലെ ഡ്രാഗനെ കൊല്ല് തന്നെ. അപ്പോൾ പറഞ്ഞ വീഡിയോ ലെങ്ത് ആക്കണ്ടേ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, നമ്മൾ ഒരു ഐലൻഡാണിത്. നോക്കട്ടെ, ഐലൻഡ് അല്ല തോന്നണോ? എനിക്ക് അത്രയ്ക്കൊന്നും മൈൻക്രാഫ്റ്റിനെ പറ്റി അറിയില്ല. പിന്നെ ഞാൻ കളിക്കണത് ഈ ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ്. എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇത് കൊടുക്കാം. അവിടെ പേര് അത് എടുത്ത് നിങ്ങൾ കളിച്ചോളി. എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്കും ഞാൻ ചിലപ്പോൾ മൾട്ടിപ്ലെയർ ഗെയിം പ്ലേ വീഡിയോ ഇടണം നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു മൾട്ടിപ്ലെയർ ഗെയിം വീഡിയോ ആയിട്ട് ഞാൻ വരാം. പിന്നെ എൻ്റെ കൂടെ കളിക്കാൻ ഫ്രണ്ട്സ് ആരുമില്ല ഗൈസ്, അതാ കുഴപ്പം. നമുക്ക് ഈ വുഡിനെ ഇതാ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് വേണം അത്യാവശ്യം. പിന്നെ കുറച്ച് സ്റ്റിക്ക്, റെസിപ്പീസൊക്കെ അൺലോക്കായി. ക്രാഫ്റ്റിംഗ് ടേബിൾ ഫസ്റ്റ് ആദ്യത്തെ നമുക്ക് ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. മതി, രണ്ടെണ്ണം മതി താല്പര്യത്തിന്. എൻ്റെ ഒരു ഭാഗ്യമായതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം പശുക്കുട്ട കിട്ടി. ഒരു വോള് കിട്ടി നമുക്ക്. ഈ വോൾ എന്തായാലും പറ്റില്ല. ഇനി ഇത് ഐലാൻഡാണ്. HP എടുത്തേക്കാം. കുറച്ച് മരം കൂടി ബാങ്ക് കളക്ട് ചെയ്യാം. ഇവിടെ അടുത്ത് തന്നെ സ്റ്റോൺ ഏജും ഉണ്ട്, സ്റ്റോൺ സ്ഥലങ്ങളുണ്ട്. സ്റ്റോണൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് സ്റ്റോൺ ഇതിലൊക്കെ ആവും, സ്റ്റോൺ ടൂൾസിലൊക്കെ മാറാം. നമുക്കിവിടെ ആദ്യം ഇത് ഐലാൻഡ് ആണോ നോക്കട്ടെ. ഐലാൻഡ് ആണെങ്കിൽ അവിടെ കണ്ടില്ലേ, നിൽക്ക് ഇതിൻ്റെ കോർഡിനേറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ കളിക്കാൻ അങ്ങനെയൊന്നും അറിയില്ല പറഞ്ഞല്ലേ. നമുക്ക് ആ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ പോർട്ടലാണ് കാണുന്നത്, പൊട്ടിപ്പൊളിഞ്ഞ പോർട്ടൽ. അവിടേക്ക് നമുക്ക് വേഗം പോകാം. ഓട് ഗെയ്സ്, എല്ലാവരും മറക്കാണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. ഓക്കെ, മോഡലടിക്കണം. പൊന്നെ, എന്താണിപ്പോൾ ചെയ്ത് ഭ്രാന്ത്. ഞാൻ ആ ബോക്സ് ഉണ്ടാവും പറഞ്ഞിട്ട് ശരിക്കും ഞാൻ പെട്ടെന്ന് കണ്ടില്ല, അങ്ങനെ പോയി. ഇപ്പോൾ ഗെയിം ഇപ്പം തന്നെ ഗെയിമേ അവസാനിച്ചിട്ടുണ്ടാവും. അവസാനിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പകുതിയായിട്ടുണ്ടാവും. അയൺ ഇങ്ങോട്ടാണ്. അയൺ ഇങ്ങോട്ട് 15 കിട്ടി. നമുക്ക് പിന്നെ അത് കത്തിക്കാനുള്ളതും കിട്ടി. സൈഡിൽ കൂടെ പോകാം. ഓവർ ഇതൊന്നും കണ്ട. അവിടെ ഒരു ഷീപ്പ് എന്തിനാ കാട്ടിപ്പോ സ്റ്റക്കായോ? ഇവിടെ ഷീപ്പ് ഇപ്പം ഞാൻ രക്ഷപ്പെട്ടു ഗ്യാസ്. നമുക്ക് ഫസ്റ്റ് തന്നെ ബെഡ് ഉണ്ടാക്കാനുള്ളതായി. എന്നാൽ അവനെയും വെറുതെ കൊണ്ട പനി നമുക്ക് അങ്ങനെ എടുക്കാം. നമ്മളങ്ങനെ പ്രോന്ന് പറയുന്ന ചാടി എനിക്ക് അത്രയ്ക്കൊന്നും അടിക്കാൻ കിട്ടില്ല. നമ്മൾ പുക റെഡിയാക്കി എടുക്കണം. നമ്മൾ എവിടെ സ്പോണായി
അവിടേക്ക് തന്നെ നമുക്ക് പോകാം. മണിയും കുറച്ച് എടുത്തിട്ട് പോകാം. അവിടേക്ക് തന്നെ പോയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറ്റിയാൽ നമുക്ക് ഇവിടേക്ക് വേണമെങ്കിൽ വരാം. നമ്മുടെ പനി എടുത്തിട്ട് പോകാമായിരുന്നു. നമുക്ക് വേഗം സ്റ്റോൺ ടൂൾസിലേക്ക് മാറണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് നല്ലതൊന്നുമില്ല. ഇതന്നെ എത്ര ഇപ്പം തന്നെ കണ്ടില്ലേ, ആക്സിൻ്റെ പവർ കഴിഞ്ഞായി. ഇപ്പം തന്നെ ആക്സിൻ്റെ പവർ കഴിഞ്ഞാൽ ഇത്ര ഉള്ളൂ എൻ്റെ പവറൊക്കെ. നമ്മൾ ജനിച്ച സ്ഥലത്ത് തന്നെ പോയിട്ട്, അല്ല സ്പോണിങ് സ്ഥലത്ത് തന്നെ പോയിട്ട് നമുക്കൊക്കെ റെഡി ആക്കിയിട്ട് വരാം. നീ ഇവിടെ ഉണ്ടാ, നിന്നെ വിട്ടാ ജീവിച്ച് പോട്ടെ, എന്തിനാണ് തോന്നിട്ട്. എൻ്റെ പ്രോട്ടി എനിക്കൊരു സ്ക്രീന് ഒന്നിപ്പോൾ ഡള്ളായ പോലെ ഉണ്ടാവും. ഇപ്പം റെഡി ആയില്ലേ ഫ്രണ്ട്സ് സ്ക്രീന്? അത് എന്തോന്നായതാണ് കേട്ടോ. ഫുഡിന് ആവശ്യം വരുമ്പോൾ നിങ്ങൾ എടുത്തോണ്ട്. ഓക്കെ, അതിവിടെ ഞാൻ മരം പൊട്ടിച്ചു. ഇത്ര ഷീപ്പ് ഉണ്ടായിട്ടാണ് ഞാൻ അവിടെ പോയത്. എന്തായാലും അവിടെ പോയത് പോയി, വേറെ കാര്യം. അടിപൊളി. ഇവിടെ അയണൊന്നും ഉണ്ടാവില്ല. ഇപ്പം കേസ് ഇപ്പോഴൊന്നുമല്ല, നേരത്തെ വന്നാണ് തോന്നുന്നു ഇത് ഈ സംഭവം. എന്താണ് അതിന് പറയുക? എൻ്റെ പേര് ഞാൻ മറന്നു. എന്താണ് ഈ കോപ്പറും കൊണ്ട് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോഴാണ് മനസ്സിലായത്, കോപ്പറും കൊണ്ട് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുന്നു. ഒരയൺ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. ഒരയണും കൂടി ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് ഇപ്പം തന്നെ ഷീൽഡ് ഉണ്ടാക്കിയാലോ? ഷീൽഡ് നമുക്ക് ഇപ്പം തന്നെ ആവശ്യം വരും. ഷീൽഡ് നമുക്ക് നല്ല ആവശ്യമാണ്. ബെഡ് ഉണ്ടാക്കി നമ്മൾ. അവിടെ ബെഡ് എടുത്ത് ഇവിടെ വയ്ക്കുക. ഇവിടെ ആദ്യത്തെ ബെഡ് കയ്യിലുണ്ട്. ഫുഡ് നമുക്ക് തീർന്നത്, നമുക്ക് ഫുഡിനെ ഇതാക്കി എടുക്കണം, ചൂടാക്കി എടുക്കണം. എനിക്ക് നമുക്ക് ഫസ്റ്റ് കുറച്ച് ഇത് പൊടിച്ചെടുക്കാം. എന്താണ് അയൺ ടൂൾസ്, അയണല്ല സോറി അയണ്ണേ, സ്റ്റോൺ ടൂൾസിലേക്ക് മാറണ്ടേ ഫുള്ളായിട്ട്. അപ്പോൾ കുറച്ച് കൊടുത്ത് സ്റ്റോൺസൊക്കെ ഫുള്ളായി കുറച്ച് കളക്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇത് മതി. എന്നിട്ട് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഫർണസ് ഉണ്ടാക്കാം. ഇവിടെ ഫർണസ് എടുത്തിട്ട് കാണിക്കുക. ഫർണസ് എടുത്തോടെ വെച്ചിട്ട് കുറച്ചിതൂടെ വെച്ചിട്ട് നമുക്ക് വേഗം പോയി കുറച്ചിതിനെ കൊന്നിട്ട് വരാം. സത്യം പൊട്ടിയാ, വേറെന്തോ പൊട്ടി പോലെ തോന്നി. ഇത്ര ഉള്ളൂ മറ്റേ പവർ. എവിടെ ബാക്കിയുള്ള മരം? അവിടെ നിന്നെയൊക്കെ വെറുതെ വിടുന്നുണ്ടാ. ഫുഡില്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ, എനിക്ക് വേറെ വഴിയില്ല. ഈ ആക്സും കൊണ്ട് അടിച്ചാക്ക ഡാം കയറില്ല തോന്നണു. എന്താ ഞാൻ കാട്ടിന് ഇല്ല. പിന്നെ എനിക്കൊരു മിനിറ്റ് ഫുൾ നമുക്ക് ഈ ടൂൾസിലേക്ക് മാറാം. എന്താണ് സ്റ്റോൺ ടൂൾസിലേക്ക് മാറാം. നമുക്ക് ഫുൾ സ്റ്റോൺ ടൂൾസിലേക്ക് മാറാം. ഇത് സ്റ്റോൺസ് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഫുൾ സ്റ്റോൺ ടൂൾസിലേക്ക് മാറിയാൽ തന്നെ അതൊക്കെ രണ്ടടി ചാവണ പോലെ ആവണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ കണ്ടില്ലേ വട്ടം കറങ്ങണ പോലെ കറക്കി തന്നെ. സങ്കടമൊന്നുമില്ല, വട്ടം കറക്കുന്ന കറക്കിയത് ഞാനുള്ള കൊടുക്കും. ഞാൻ ഫുൾ ആർമർ സെറ്റാക്കുമ്പോൾ കാണിച്ചു കൊടുക്കണം. നമുക്കിനി മെയിൻ ഗോൾ വന്നിട്ട് രാത്രി അവനെ മെയിൻ ഗോൾ പറയുമ്പോൾ നോക്കിയിട്ട് ഇപ്പം നമുക്ക് വന്നിട്ട് കുറച്ച് അയണം തപ്പണം എന്നാണ്. പക്ഷേ ഈ ടൈം നോക്കി അയൺ തപ്പാൻ പറ്റുമോ എന്നാണ് ഒരു ടാസ്ക്. ഇത് മതി ടൂൾസ് ഉണ്ടാക്കാൻ. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ബെഡ് വയ്ക്കാം. ആദ്യത്തെ സ്ലീപ്പിങ്, ആദ്യത്തെ ഉറക്കം കിട്ടും ഗേസ്. ഇത് മറ്റേ ഫുഡൊന്ന് റെഡി ആക്കട്ടെ. എന്നിട്ട് ടൂൾസിലേക്ക് മാറണ്ട. നമുക്ക് പിന്നെ സോഡ് ഉണ്ടാക്കണം മതി. പിന്നെ നമുക്ക്
നമ്മുടെ ഈ വുഡ് കുറവാണ് തോന്നുന്നു. യെസ്, ഇവിടെ വുഡ് ഉണ്ടാവും. വുഡൊക്കെ കളക്ട് ചെയ്തിട്ട് വരാം. വുഡ് കുറച്ച് കുറവാണ്. അപ്പം നമ്മുടെ കയ്യിലുണ്ടല്ലോ. എന്താ വുഡ് തരാം. ഇപ്പോഴാണ് സ്റ്റോണിൻ്റെ അഴുതും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ എന്നെ കയ്യില്ലടാ. കളിക്കറിയില്ല. എന്നിട്ട് പ്രോ ആവും, വൈകാണ്ട് പ്രോ ആവും. കളിക്കാനാ നിങ്ങളൊന്നും. പിന്നെ അതാരാണ് പച്ച മത്സ്യം? ക്രീപ്പർ ബ്രോ. വേണ്ട, നന്നായി. കുറച്ച് സ്ഥലങ്ങളില്ല. ദാ കോപ്പർ. ഓ, ഇവിടെ കേവാണ്. അല്ല, കോപ്പർ എടുക്കുക, പിന്നെ എടുക്കുക. ഞാൻ ജസ്റ്റ് കുറച്ച് ഫുഡ് കളക്ട് ചെയ്യട്ടെ. ഇവിടെ നമ്മുടെ ഈ കുറച്ച് പേര് ആരും പറഞ്ഞു കേട്ടു ഈ ബ്ലാക്കിൽ ഉള്ള ഷീപ്പ് റെയറാണെന്ന് പറയണ കേട്ടു. എന്താണെന്നറിയില്ല, റെയറാണെന്ന് തോന്നണം എനിക്ക്. ഞാൻ ബ്ലാക്ക് ഇവിടെ അത്ര കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു വട്ടേ കണ്ടുള്ളൂ. ചിക്ക ഞാൻ വരുന്നതിൻ്റെ തോടാണ്. നേരത്തെ ഒരു മണ്ടത്തരം കാണിച്ചു, അത് കണ്ടില്ല നിങ്ങൾ? മറ്റേ ഇതിൽ പോയിട്ട് ചാവുന്ന എന്തിനാണ് ലാവിൽ ജസ്റ്റ് ഇതുണ്ടെങ്കിൽ ചത്തുണ്ടാവും. ഫുഡായി നമുക്ക്. ഇതും കൂടെ ആവട്ടെ. ഫുഡ് കുറച്ചായി. നമുക്ക് ഇത് വേണ്ടേ? നമ്മളെന്താണ് മരം തപ്പി ഇറങ്ങിയതല്ലേ? മരം എടുത്തിട്ട് പോകും. മരം മുറിക്കുക. കോൾ ആവശ്യം വരും. കുറച്ച് കോൾ എടുത്തിട്ട് പോയി മരം മുറിക്കാം. ഇതെന്താ എനിക്ക് കോളും കുറച്ച് കിട്ടുന്നുള്ളൂ അല്ലേ? എൻ്റെ ഇവിടെ അവിടെ കോളും പൊങ്ങി കാണണം. അവിടെയാണ് കോൾ. അത് അവിടെ ഒരു കോൾ. പിന്നെ വന്ന് എടുക്കാം. എനിക്കിപ്പോൾ അതവിടെ ഒരു കോപ്പർ ഉണ്ടാകും. ഇവിടെ അടുത്തൊരു കോളിൻ്റെ കൊണ്ട് നമുക്ക് ഈ കോൾ എടുക്കാം. ഈ കോൾ എടുക്കുമ്പോൾ കുറച്ച് HP കിട്ടുന്നുണ്ട്. HP എന്നല്ല പറയുന്നതിന് എനിക്ക് അത്രയ്ക്കൊന്നും ഭയങ്കരമായിട്ടുള്ള ചിലത് വാക്കുകളൊന്നും കിട്ടില്ല. വല്ല ചിലതൊന്നും അറിയില്ല. അതാ കുഴപ്പം. അതൊക്കെ അത് എടുക്കുക ഗൈസ്. നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ ആവശ്യം വരും. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടല്ലോ. വരാം. നമുക്ക് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. ഫുഡ് അപ്പുറത്താണ്. ഇവൻ്റെ അല്ലേ സൗണ്ട് കേട്ട്? വേണ്ട, ഇപ്പം നല്ല ആപത്താണ്. കൊണ്ടു ചാട്. എൻ്റെ പൊന്നെ മച്ചാൻ തട്ടിയാൻ്റെ എന്തുലേ ഒരൊറ്റയാണ്. മിന്നിപ്പോയടാ. നമുക്ക് ഫുഡും കൂടെ എടുക്കുക. നമുക്ക് പോയിട്ട് ഹങ്കർ ലെവൽ കൂട്ടണം. ഈ ചൂടാക്കിയ ഫുഡിൻ്റെ പവർ കാണാം. വേഗം ഹങ്കർ ലെവൽ ഫുള്ളാവും. ഹെൽത്ത് മേൻ കൂടി നടക്കുന്ന സ്പീഡിൽ. കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. വുഡ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ബേസ് കെട്ടണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ വീഡിയോ തന്നെ ബേസും കൂടി കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. എനിക്ക് അയണും അതൊക്കെ കിടക്കണ വരില്ല കണ്ട്. അല്ല, അയൺ ആർമറിലേക്ക് മാറണമെന്ന് എനിക്കുണ്ട്. പക്ഷേ നടക്കും തോന്നുന്നില്ല അയൺ ആർമറിലേക്ക് മാറുന്നത്. ഇവിടുത്തെ മരങ്ങൾ കുറച്ച് മുറിക്കാം. 2-3 മരങ്ങളൊക്കെ മുറിച്ചെടുക്കുക. നമ്മളിത് ഡയമണ്ട് ഞാൻ ചിലപ്പോൾ ഇതിലെന്തെങ്കിലും വാക്കുകൾ തെറ്റിപ്പണ്ടുണ്ടാവും. അത്രയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റിനെ വീഡിയോ. ഫസ്റ്റ് മൈൻക്രാഫ്റ്റിനെ പറ്റിയിട്ട് അത്രയ്ക്കൊന്നും കൂടുതൽ അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റിപ്പണ്ടിട്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എന്താ തെറ്റി പറഞ്ഞതെന്നും കൂടി കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയട്ടെ.
എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. നമുക്ക് ചാടി അടിച്ചത് നല്ല എഴുത്ത് പറയാൻ നോക്കാം. ഒരടിയും കൂടി മതിയാകുന്നു. കൊല്ലുന്ന എനിക്ക് സങ്കടമുണ്ട്, എന്നാലും വേറെ വഴിയില്ല. നമുക്കൊരു ഉഗ്രം വലിയ ബേസൊക്കെ കെട്ടണം. പിന്നെ അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ ഇടവിട്ടായിരിക്കും നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ ഒന്നും അങ്ങനെ ഇതാക്കി എടുക്കണ്ട. നമ്മളെ ഇതാ ഞാൻ ഡയമണ്ട് കേസ് അത്രയ്ക്കൊക്കെ യൂസ് ചെയ്താ എഴുത്തിൻ്റെ എഴുത്തുന്നേ. എഴുത്ത് തന്നെയല്ല ഇതിൻ്റെ പവർ നമുക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഇത്ര പെട്ടെന്ന് എനിക്ക് ഫുഡ് കുറേ വേണം. അപ്പം തന്നെ കേവൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ആവശ്യം വരതുമില്ല. എൻ്റെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഉമ്മമാരെന്നെ നന്നായി. അതോ ഒരുത്തന്നെ കൊന്നപ്പോൾ ഇത്ര ലൈഫ് ഓർണോ? അപ്പം നോക്കിയോ ചിലപ്പോൾ ഇനി 4 ജീവിതത്തിന് കണ്ട ഇത്ര ഉള്ളവന്മാർ. അപ്പം ഡയമണ്ട് പവർഫുൾ ഇതുണ്ടായിട്ടാണ് ഞാൻ സോഡൻ ഇവിടെ ഗെയിം എന്താണിത്. ആവശ്യം വരും. കുറച്ചും കൂടി കൊന്നിട്ട് നമ്മുടെ അങ്ങോട്ട് പോവുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്ഥലം തന്നെയല്ലേ ഇത്. ഇത് നമ്മുടെ സ്ഥലം തന്നെ. അവിടെ പോയിട്ട് കൊക്കോ പറഞ്ഞവന് ഒരൊറ്റടി. ഫുഡില്ലാണ്ട് കാണാൻ പാടില്ലല്ലോ. ഫുഡ് കുറേ വേണം. എന്നിട്ട് നമുക്ക് കുടിച്ച് പോവാം. ഞാൻ കൂടുതലും പറഞ്ഞു എന്നെ കൊണ്ടാവണ പോലെ ഞാൻ വീഡിയോയിൽ നല്ലപോലെ ബേസാണ് കിട്ടണമെന്ന്. ഇപ്പോൾ പക്ഷേ ഇത്ര ആയിട്ടുള്ളൂ ഞാൻ വെച്ചിട്ട് പോയിട്ട്. ഇത്രയും സ്ലോ ആവും. ചെറുതാവട്ടെ. നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റെപ്പായിട്ടൊന്ന് കുടിക്കുക. ഇവിടെ ഇനി കുടിക്കാം. ഇപ്പം ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കുടിക്കുക. സ്റ്റെപ്പായിട്ട് തന്നെ കുടിക്കുക. എനിക്കൊന്നും അറിയില്ല, പറഞ്ഞു അതൊന്നും കളിയാക്കരുത് പ്ലീസ്. സ്റ്റെപ്പായി കുടിക്കുക. മനസ്സിലായി. നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും കേവിലോ അയാളോ മുമ്പിൽ പെട്ട സീനായിരിക്കും. സൂപ്പറായിരിക്കും. ഭാഗ്യമായിരിക്കും. ഞാനിപ്പോൾ ഇത്ര ധൈര്യത്തിൽ ഇറങ്ങാൻ കാരണം ഒന്നാമത് എൻ്റെ കയ്യിൽ ഫുഡുണ്ട്. പക്ഷേ ടോർച്ച് വേണം. ടോർച്ചില്ലെങ്കിൽ പണിയാണ്. ഞാൻ പോയിട്ട് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ടോർച്ചിന് എന്താ വേണ്ടത്? ഇതും കുറച്ച് കോളല്ലേ. കുറച്ച് കോള് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതിൽ കവർ 2 സ്റ്റിക്കുണ്ട്. 2 സ്റ്റിക്കും കോളും വയ്ക്കാം. എത്ര ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും? 6 ടോർച്ച്. 8 ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. മതി 8 ടോർച്ച്. പിന്നെ നമുക്ക് കുറച്ച് ഇതും കൂടി ഉണ്ടാക്കിയിട്ടേ ഒരു ബോക്സ് വേണം. തന്നെ 2 ഉണ്ടാക്കാം. പിന്നെ ഷീൽഡ് ഉണ്ടാക്കണമെന്ന് ഞാൻ ആലോചിക്കണേ. ഷീൽഡിന് വുഡില്ലേ? വുഡ് ഉണ്ടാവണമല്ലോ. ഷീൽഡിന് വുഡ് ഉണ്ടാവും. ഷീൽഡ് ഉണ്ടാക്കുക. ഒരു ആണയിലേ കിട്ടിയിട്ടുള്ളൂ. ഷീൽഡ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ നമുക്ക് നല്ലതാണ്. ഈ മൂവിൻ്റെ നിന്നൊക്കെ മൗസില്ലേ, ഈ
ഇപ്പം തന്നെ ഒരുത്ത അമ്പ് വിട്ട് തന്നെ എന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഷീൽഡ് മെയിനായിട്ട് ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് അതിൻ്റെ കൊടുക്കുക. നമുക്ക് പിന്നെ ആവശ്യം വരും അതൊക്കെ ഉണ്ടല്ലോ ഒബ്സിഡിയൻ കത്തിക്കേണ്ടത്, അതൊക്കെ നമുക്ക് ആവശ്യം വരും. നൈറ്റായി കിടന്നുറങ്ങാം. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ ചെയ്യുക? ഇനി കുറച്ചും കൂടി മാറ്റില്ല. ഇനിയല്ല ഇതും കൂടി ചെയ്യണം. നമ്മുടെ ഇതെടുക്കട്ടെ, കോളിട്ട് നമ്മളിൽ കൂടുതൽ ഇതാണുള്ളത്. അപ്പോൾ കോളെടുത്ത് ഇതിന് സ്മെൽറ്റാക്കാൻ ഇട്ടിട്ട് നമുക്ക് താഴേക്ക് പോവാം. നമ്മുടെ ടോർച്ചൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കണ്ണ് കണ്ടെന്ന് എനിക്കല്ല, എനിക്ക് കുഴപ്പമില്ലാണ്ട് കാണുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തന്നെ ടോർച്ച് എന്തിനാ വെച്ചാണ് ഇപ്പം തന്നെ നിങ്ങൾ വിചാരിക്കേണ്ടും ഇത്ര ഇട്ടായിട്ടും ഇപ്പം എന്താ ടോർച്ച് പ്ലേസ് ചെയ്യാത്തതുണ്ടായിട്ടും ഞാൻ ഇപ്പം തന്നെ എന്താ പ്ലേസ് ചെയ്യാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുട്ടിപ്പോൾ എനിക്ക് കാണുന്നുണ്ട്. ഇതിപ്പോൾ പ്ലേസ് ചെയ്തു, താഴെ പോകുമ്പോൾ നല്ല ഇരുട്ടായി ഒരു കേവിൽ പെട്ട് ഞാൻ പ്ലേസ് ചെയ്യുന്നുണ്ടാവില്ല. എന്തിനാണ് നമുക്ക് ആവശ്യം കുറച്ചും കൂടി ഉണ്ടാക്കിയെടുക്കുക. ടൂൾസിലേക്ക് മാറണം. ഫസ്റ്റ് സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. സ്റ്റിക്കില്ലാത്ത കൊണ്ടാണ് നമുക്ക് നടക്കാത്തത്. ടൂൾസ് ഒന്നും ഉണ്ടാക്കാൻ ഇതൊരു 4 ഉണ്ടാക്കി വയ്ക്കാം. സോഡ് ഇതൊന്നും 4 ഉണ്ടാക്കി വയ്ക്കാം. പക്ഷെ എന്തത് പിക്കാറ്റ്സ് ഉണ്ടാക്കി വെച്ചിങ്ങനെ കണ്ടില്ല ഞാൻ. ഇത് കയ്യിലോട്ടെ, ഇതാവശ്യം വരും. എനിക്ക് കണ്ണ് കണ്ടതിൽ നിങ്ങൾക്ക് കൂടി കാണണ്ടേ? ഇതിനെല്ലാം ഞാനിപ്പോൾ വീഡിയോ ഇട്ടത്. റെഡി ആയില്ലേ? ഇപ്പോൾ എല്ലാവരും ക്ലിയർ ആവുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എന്തിനാ മെല്ലെ പൊട്ടിക്കുന്നത് ഉണ്ടായിട്ടും. കോപ്പർ കിട്ടിയിട്ടുണ്ട്. കോപ്പർ ചറ പറയാന്ന് കൊടുക്കാണല്ലോ വേസ്റ്റായിട്ട്. കണ്ടില്ലേ, കറക്കുന്ന കിട്ടി. ശരിക്കും ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുമോ? അയൺ ആദ്യത്തെ അല്ലേ? രണ്ടാമത്തെ അയൺ, 2 അയൺ, 3 അയണായി ഗൈസ്. ഇതും കൂടെ പൊട്ടിച്ചേക്കാം. 3 അയണായി. ഇപ്പം തന്നെ നമുക്ക് 3 അയണായി. കോപ്പർ എടുത്തേക്കാന്നേ. കോപ്പറും കൂടി എടുത്തേക്കാം. കുറച്ച് കോപ്പറായി. ഇതും കൂടി എടുത്തേക്കാം. കോപ്പർ ചറവറാന്ന് പറഞ്ഞുകൊണ്ടേ ഇപ്പം തന്നെ 15 കോപ്പറായി. 15 ഇതുപോലെ അയണ് കൊടുക്കണ്ടെങ്കിൽ എത്ര നന്നായില്ലേ. പിന്നെ പൊട്ടിച്ച പോലെ സീനായിരിക്കും. ഇപ്പം ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യില്ലേ, ഇവിടെ അടച്ചേക്കാം. ഇനി കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് കുഴിക്കാം. റെഡി. ഇനി ഇവിടെ നിന്ന് കുഴിക്കാൻ തുടങ്ങാം. താഴേക്ക് അയൺ കിട്ടിയ പോലെ ഇനിയും കുറച്ച് അയൺ കിട്ടിയാൽ മതി. വളരെ സന്തോഷം എനിക്ക്. ഇതും കൂടി നമുക്ക് ഇതൊക്കെ എടുക്കാം. നമുക്ക് ടൈമുണ്ട് ഗൈസ്, ടൈമുണ്ട്. എൻ്റെ പിന്നെ ഇപ്പോഴും പറയാം, എൻ്റെ ഇവിടെ കളിക്കാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ നേരത്തെ ഞാൻ എൻ്റെ ഐഡിയ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആയിരിക്കും എൻ്റെ ഇവിടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടാൽ മതി. നിങ്ങളെ ഞാൻ ആഡാക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ചേർത്ത് നോക്കാം. ഞാൻ കുറച്ചും കൂടി പോകുന്നു. ഇവിടെ താഴെ അവിടെ കണ്ടോ? ഇല്ല. കുഴുക്കി നല്ലപോലെ കുഴുക്കി. കുറച്ചും കൂടി അയണ് കിട്ടിയാൽ മതിയായിരുന്നു. ഫുൾ അയണാർമാറാവണമെങ്കിൽ പിന്നെ എത്ര വേണം അയണ്?
ഒരു 30-20 വേണ്ടേ, തികയിലായിരിക്കും. അതിന് മേലെ വേണ്ടി വരും. ഫുൾ അയൺ ആർമറും അയൺ ടൂൾസും എനിക്ക് 30 വേണ്ടി വരും. ഇതിനെ പൊട്ടിച്ച് പോയിപ്പോൾ ഇവിടെ റിവ്യൂനാണല്ലോ. മേലേക്ക് നോക്കുക, ഇത്ര വന്നിട്ടുള്ളൂ. ഞാൻ കോളും കൊണ്ട് നടത്തിയിട്ട് പോകാം. നമുക്ക് ഫുഡൊക്കെ മെൽറ്റ് ചെയ്യാൻ ആവശ്യം വരും. നമുക്ക് മേലേക്ക് പോവാം. രാത്രി നൈറ്റ് ആയിട്ടുണ്ടാവുമോ? കാരണം സമയത്ത് ഇല്ല. ഓ റൈനിങ്, അതൊന്ന് മഴ പെയ്യണുള്ളേ. നൈറ്റ് ഉറങ്ങാൻ പറ്റുമോ മഴ പെയ്താൽ? നോക്കട്ടെ. ഇല്ല. മഴ ആസ്വദിക്കാം. ആസ്വദിക്കാൻ നിന്നെ അടുത്തൊന്നുമില്ല. ഇവിടെ വേറെ അങ്ങനെ പോവാണെന്ന് ഇവിടെ വെള്ള ലൈഫ് പറയില്ലേ വെള്ളത്തിക്കണം. ഞാൻ പേടിച്ചങ്ങോട്ട് പോയിട്ട് ഫുഡായാൽ നോക്കട്ടെ. ടോർച്ച് കുറച്ചും കൂടി ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് മോൺസ്റ്റിക്ക് കോഴി എത്ര ടോർച്ചായി? 10 ടോർച്ചായി. വാവ്. നമുക്ക് അയൺ വെച്ചിട്ട് സോഡ് ഉണ്ടാക്കണമെങ്കിൽ എത്ര അയൺ വേണം? 2 പിക്കാക്സ് ഉണ്ടാക്കാം. നല്ലത് പിക്കാക്സാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പിക്കാക്സ് തുടങ്ങാം. കുറച്ച് ഫുഡ് കഴിക്കാം. കൂടുതൽ തന്നെ ഇതാണ് നമുക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രഷ് മീറ്റല്ലേ ഫസ്റ്റ്. നമുക്ക് കുറച്ച് ഇതങ്ങോട്ട് ഇതല്ലേ സോറി അയൺ ഫസ്റ്റ് വെക്കാം. നമുക്ക് അയൺ സ്പ്ലിറ്റ് ആവട്ടെ. ഗേസ്, എനിക്ക് തോന്നുന്ന വീഡിയോ ഓവർ ലെങ്തായി എന്നാണ്. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഓവർ ലെങ്തായി എന്ന് തോന്നുന്നു. എനിക്ക് ഈ വീഡിയോ അവിടെ വെച്ച് അതിൻ്റെ പേരാലോ പ്ലീസ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.